ഹായ്, ഞാൻ ഡോക്ടർ ബിപിൻ. ഇന്ന് ഞങ്ങൾ മെഡിക്കൽ വീഡിയോസ് ഒന്നുമല്ല ചെയ്യുന്നത്, ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. ഞാനൊരു പുതിയ പ്രോഡക്റ്റ് മേടിച്ചായിരുന്നു. അതിൻ്റെ പേരാണ് റോഡ് വയർലെസ് മീ മൈക്കാണ്. വയർലെസ് ഗോ ആണ് ഇപ്പോൾ ഏകദേശം എല്ലാ സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് റിവ്യൂ ആണ്, വലിയ ഒരു ടെക്നോളജിക്കൽ റിവ്യൂസ് ഒന്നുമല്ല. ഇതാണ് റോഡ് വയർലെസ് മീ മൈക്കിൻ്റെ ബോക്സ്. അപ്പോൾ ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം. നല്ല ക്യൂട്ട് മൈക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇതിനകത്ത് ഒന്ന് സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ ക്യാമറയിൽ ഫിക്സ് ചെയ്യുന്ന റിസീവറാണിത്. ഇത് നമ്മുടെ ഷർട്ടിൽ ഫിക്സ് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതിനകത്ത് മീയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ വയർലെസ് ഗോ, അതായത് റോഡിൻ്റെ വയർലെസ് ഗോയിനകത്ത് ഈ എന്താ പറയുക, മീ മൈക്കില്ലായിരുന്നു. ആ 2 ട്രാൻസ്മിറ്റേഴ്സിലായിട്ടായിരുന്നു മൈക്ക് വരുന്നത്. അപ്പം ഒരു റിസീവറും 2 ട്രാൻസ്മിറ്ററും ആയിട്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഹെഡ്ഫോൺ ജാക്കറ്റ് വെച്ചിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇതിന് നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത ആക്സസറീസ് അടിപൊളിയായിട്ട്, അതിൽ ഇത്രയും ആക്സസറീസ് ഇവർ തന്നല്ലോ. ഞാൻ 2 ഡെഡ് ക്യാറ്റ് കിട്ടി. ഡെഡ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻ, കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി ഇത് TRRS അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല ഞാൻ. നമ്മുടെ ഫോണിൽ ചിലർക്ക് സ്റ്റീരിയോ പിന്നുള്ള അങ്ങനത്തെ പിന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റും. DSLR മിറർലെസ് ക്യാമറയിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കേബിൾസ് ആണ് ഇതിനകത്ത് ഹൈലൈറ്റ്. ഇത് C2 ലൈറ്റ്നിങ് കേബിളുണ്ട്. അത് നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, ഇത് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ചാർജിങ്ങിനായിട്ടും യൂസ് ചെയ്യാം. C2C യൂസ് ചെയ്ത് ചാർജിങ്ങിന് ആയിട്ടും യൂസ് ചെയ്യാം, C ടൈപ്പ് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത ഇതിനകത്തൊരു പൗച്ച് വരുന്നുണ്ട്. ഇതിടാവുന്ന നല്ലൊരു ക്യൂട്ട് പൗച്ചാണ്. അപ്പം എല്ലാം നല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം പ്രൈസ് നോക്കുമ്പോൾ നേരത്തെ വയർലെസ് ഗോ അതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഏകദേശം 25,000 പ്രൈസ് ഇതുണ്ടായിരുന്നു. അത്രയും ഈ 3 സാധനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കാണിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ റോഡിൻ്റെ പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ, അടിപൊളി ആപ്ലിക്കേഷൻ കേട്ടോ. കണ്ടോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് എഞ്ചിനീയർ നമ്മുടെ വോയിസിനെ, അപ്സ് ആൻഡ് ഡൗൺസിനെ ഒരു ലിമിറ്റിന് മേലെ കൂട്ടുകയും കുറയ്ക്കുകയും കൺട്രോൾ ചെയ്യുന്ന ഒരു പണി ആ സോഫ്റ്റ്വെയർ ചെയ്യും എന്നാണ് അവർ അവകാശപ്പെടുന്നത്, റോഡ്. പിന്നെ ഇതിനകത്ത് ഡ്യുവൽ ക്യാം സിസ്റ്റം ഉണ്ട്. ഡ്യുവൽ ക്യാം സിസ്റ്റം എന്നാൽ സ്പ്ലിറ്റ് സ്ക്രീനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് സ്ക്രീനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഈ സാധനം ഒരു വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്ലഗ് ചെയ്യാൻ പറ്റും എന്നാണ് കാണിച്ചിരിക്കുന്നത്. പറ്റാഴിയൊന്നുമില്ല, പറ്റും. ഇങ്ങനെ വെക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനും പറ്റും. ഇങ്ങനെ വെച്ച് സൗണ്ട് നമുക്ക് ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാനും പറ്റും. അതായത് ഇവിടെ നമുക്ക് കേബിൾ വെച്ചിട്ട് ഇവിടെ കേബിൾ കണക്ട് ചെയ്ത് ഇങ്ങനെ ഐഫോണിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നിയ ഒരു ഹാക്ക് ഞാൻ പറയാം. കുറച്ചുകൂടെ കുറച്ചുകൂടെ സേഫറായിട്ട് ഇരിക്കുന്നത് നമ്മളിങ്ങനത്തെ സിലിക്കോൺ ഒരു കവർ മേടിച്ചിട്ട് ഈ ഒരു പാർട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയാണ് മൈക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ പ്ലഗ് ചെയ്ത് ഇവിടെ ഇച്ചിരി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പ്രസ് ചെയ്യുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോണിറ്ററിന് ഒന്നും ബാധിക്കത്തുമില്ല. ഇത് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതങ്ങനെ കീറിപ്പോയാലും ഈ സാധനം പോകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ഈ പിൻ നല്ല സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് അങ്ങനെ തെറിച്ച് പോയാലും പോകത്തില്ല. അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാനുള്ളൊരിത്, പോയാലും സാധനം പോകില്ല. കാരണം കേബിൾ ഉള്ളതുകൊണ്ട് ഹാങ് ചെയ്ത് കിടക്കും. അതാണ്.
നമ്മൾ റോഡിൻ്റെ ഇതിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് ക്യാപ്ചറിൽ റോഡിൻ്റെ മൈക്ക് വെച്ച് 2 രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അതായത് റിസീവറിൻ്റെ മൈക്കും വരുന്നുണ്ട്, അല്ലാതെ എക്സ്ട്രാ മൈക്ക് ഞാൻ എൻ്റെ കോളറിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന സൗണ്ടുമാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം കമൻറ്റായി രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ ഇനിയുള്ള നമ്മുടെ മെഡിക്കൽ കോണ്ടൻറ്റിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഈ മൈക്കായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയാണ്. നല്ല ക്വാളിറ്റിയിൽ ഇനിയും കൂടുതൽ ഇൻഫർമേഷൻ അനസ്തീഷ്യയെക്കുറിച്ചും മെഡിക്കൽ വ്ളോഗ്സിനെ കുറിച്ചും, പിന്നെ കൂടാതെ എന്താ പറയുക, ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ്സ്, ഇൻ ബിറ്റ്വീൻ വരുന്ന കുറേ ട്രാവൽ വ്ളോഗ്സ് വരുന്നുണ്ട്. പിന്നെ കൂടുതലും ഞാൻ മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്തത്. ഫേസ്ബുക്കിലാണ് നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡിവിജ്വൽ പേര് ചേഞ്ച് ചെയ്തത്. സോ താങ്ക് യു.